എടുക്കും. ഹരിദ്വാറിലെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നവഗ്രഹ അമ്പലത്തിലേക്കാണ്. ഹരിദ്വാറിലെ ഒരു അമ്പലം. നിങ്ങൾ ഈ ചുമര് കാണുന്നില്ല, ഈ ചുമര് അത് രുദ്രാക്ഷമാണ് കേട്ടോ. കംപ്ലീറ്റ് രുദ്രാക്ഷമാണ്. ഈ ബ്രൗൺ കാണുന്ന മൊത്തം രുദ്രാക്ഷത്തിനെ കൊണ്ട് ഉണ്ടാക്കിയതായി ചുമര്. അതതിൻ്റെ പ്രത്യേകത മെയിനായിട്ട്. പിന്നെ ഒരു നല്ല ചെറിയൊരു അമ്പലം, നവഗ്രഹ അമ്പലം. നമ്മൾ ഈ അമ്പലത്തിൽ വന്നതിൻ്റെ വെച്ചാൽ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു അത്ഭുത മരം അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു കാണേണ്ട ഒരു മരം ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്. അത് നമുക്ക് കാണിച്ചു തരാം. ആദ്യം അതിനു മുമ്പ് നമ്മൾ ഈ നവഗ്രഹങ്ങൾ ഫുൾ നല്ല നീറ്റ് ആയിട്ട് നല്ല വൃത്തിക്ക് അവർ നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ. റോഡിൽ നിന്ന് കുറച്ച് ഉള്ളോട്ടായിട്ടാണ് ഇത് വരുന്നത്, ഈ ക്ഷേത്രം വരുന്നത്. ഉള്ളിൽ കയറിയാൽ നല്ലൊരു പീസ്ഫുൾ അന്തരീക്ഷമാണ് ഇവിടെ. നമ്മൾ ഹരിദ്വാർ സീരീസ് ഇപ്പോൾ കുറച്ചായി. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ഒരു 10-30-40 ആൾക്കാരുണ്ട്. സ്ഥിരം വീഡിയോ കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ആകെ ഒരു 100-200 മാക്സിമം വ്യൂ ഉണ്ടാവുള്ളൂ. പക്ഷേ ആ കാണുന്നൊരു 30-40 ആൾക്കാർ പലപ്പോഴായിട്ട് കാണുമ്പോഴൊക്കെ പറയാറുണ്ട് നമ്മൾ വീഡിയോസൊക്കെ കാണാറുണ്ടെന്നും. അപ്പോൾ അതിൽ കുറച്ച് ആൾക്കാർ പറഞ്ഞു നല്ല വീഡിയോസാണ്. ഇപ്പോൾ ഹരിദ്വാറൊക്കെ പലരും പോവാത്ത സ്ഥലമാണ്. അപ്പോൾ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്ത് മാത്രം, അതായത് ഒരു പ്രത്യേക സ്ഥലം മാത്രം ഇരിക്കാതെ നമ്മൾ 2 ദിവസം 3 ദിവസമൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്, ഒരുപാട് ക്ഷേത്രങ്ങൾ കാണാനുണ്ട്. ये 3 मुखी वाला है, जिसमें 3 मुखी आता है। 1 फेस से लेके 14 फेस तक रुद्राक्ष होता है। हाँ, वो तो और सबका डिफरेंट ट्री होता है। इसमें सबसे मेन होता है एक मुख्य रुद्राक्ष, जो जल्दी नहीं मिलता। ये तो अभी क्या है कि 25 तारीख को जो बद्रीनाथ जी की यात्रा बंद हो रही है, तो यहाँ पे उत्तराखंड सरकार की तरफ से एक मुख्य का दर्शन कराया जाता है। और असल ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു മരം, പ്രത്യേകം അത്ഭുതം എന്ന് പറഞ്ഞാൽ രുദ്രാക്ഷത്തിന്റെ മരമാണിത്. ये जो लटक है ना, ये जो सब लगे फोटो, ये सब लटक है। तो ये क्या होते हैं कि जैसे इसमें से कुछ रुद्राक्ष नीचे गिर जाते हैं तो वो सब खंडित हो जाते हैं। तो ये क्या करते हैं, मार्केट में लाला बने रहते हैं, वो सब बेकार होते हैं, फेक होते हैं। असल जो रुद्राक्ष होता है उसमें कोई मतलब कलर नहीं होना चाहिए, कुछ नहीं होना चाहिए। तो यहाँ पे इसी की जानकारी मिलता है। ये कनखल का पहला मंदिर है, नवग्रह श्रीयंत्र मंदिर। इसके आगे जाएंगे तो दक्ष प्रजापति आएगा। हाँ, उधर ही हम जाने के लिए निकला था, मेन मंदिर था। मगर यहाँ से क्या है कि 4-5 मंदिर सब दिखाना जाते हैं। जी जी, तो ये सब मंदिर दिखा के लास्ट में दक्ष प्रजापति है, जहाँ भगवान शिव ने यज्ञ किया था, राजा दक्ष ने। और सभी देवी देवताओं को बुलाया, महादेव को नहीं बुलाया था। उसी यज्ञ में माता ने अपने प्राण दिए थे। तो उसके भगवान शिव ने तांडव नृत्य किया था, उनके आंसू से आंसू गिरे थे, तब जाके रुद्राक्ष की उत्पत्ति हुई थी। तो ये रुद्राक्ष जो है उत्तराखंड में और नेपाल में होता है। हमने 7 तक तो देखा है, अष्टमुखी तो हमने देखा नहीं। अष्टमुखी भी होता है, 1 से 14 तक होता है। 14 तक होता है, मगर इस समय सबसे जो वो चलता है 1 മുതൽ 14 വരെ മുഖങ്ങളിൽ രുദ്രാക്ഷം ഉണ്ടെന്ന് ഇവർ പറയുന്നു. അതിൽ ഇവരുടെ അടുത്തൊരു എല്ലാ മുഖങ്ങളുണ്ട്. 5 मुखी पंच परमेश्वर, 6 मुखी दुर्गा जी, 7 मुखी लक्ष्मी जी। तो रुद्राक्ष होता है 1 फेस से लेके 14 फेस तक होता है। उसमें सबसे जो मेन होता है एक मुखी रुद्राक्ष, 12 साल में एक पेड़ पर एक फल होता है, वो जल्दी नहीं मिलता। ഇതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് ഒരു മുഖം ഉള്ള രുദ്രാക്ഷാണെന്നാണ് പറയുന്നത്. അത് വരെ റെയർ ആയിട്ട് കിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട് അവർ. गणेश मुखी रुद्राक्ष, हाँ ये देखा होगा, मगर गणेश मुखी रुद्राक्ष पहली बार आया। और गणेश मुखी का जो पेड़ है वो है केदारनाथ में, गंगोत्री में, जहाँ से महागंगा निकलती है। तो वहाँ 12 महीना बर्फ गिरती है, तो जितना ज्यादा बर्फ गिरेगा उतना ज्यादा से गणेश मुखी निकलता है। तो यहाँ पर गवर्नमेंट की तरफ से जानकारी मिलता है और गणेश मुखी और एक मुखी का दर्शन होता है। इसको हाथ जोड़ के प्रणाम कर लीजिए। അപ്പോൾ ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്റ്റോറുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ അവർ എല്ലാം മെയിനായിട്ടുള്ള പ്യൂറായിട്ടുള്ള സാധനങ്ങളെ കാണിക്കാം. പക്ഷേ അതിനുള്ള വീഡിയോ അലൗഡ് അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറിയിട്ട് കണ്ടിട്ട് വരാം. स्फटिक क्या होता है, हिमालय का बर्फ होता है। यहाँ पे इनका कटिंग करके 9 ग्रह का माला बनता है, स्फटिक की माला बनती है। इसकी जानकारी मिलेगा और एक मुखी का दर्शन अंदर गिरे नहीं। ഇത് രാമേശ്വർ മന്ദിർ എന്നാണ് ഇതിന് പറയുന്നത്. ഇതിൽ നമ്മളെ കല്ല് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും എന്നെല്ലാം പറയുന്നുണ്ട്. ശ്രീരാമൻ്റെ ആണ് അമ്പലം ഇത്, ശ്രീരാമൻ്റെ മന്ദിരം. ഇവിടെ കുറേ അമ്പലമുണ്ട് ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ. ഇതാണ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന കല്ല് എന്ന് പറഞ്ഞത്. ഈ കല്ല് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. അങ്ങനെയാണ്. ഇതാണ് രാമസേതു സമയത്തെ കല്ല് എന്നാണ് ഇത് പറയുന്നത്. ഇത് കല്ല് തന്നെയാണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് വെള്ളത്തിൽ തന്നെ കിടക്കുമെന്ന്, ഇത് താണു പോകുന്നില്ല. അത് വെള്ളത്തിൽ താന്ന് പോകുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് അല്ല, വേറെ ഒന്നുമല്ല.
അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീണ്ടും ഒരു കിട്ടുന്ന വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.